പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. സന്ധ്യയായി, ഉഷസ്സായി, മൂന്നാം ദിവസം. പകലും രാവും തമ്മിൽ വേർപിരിയുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചമുണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം തിരിച്ചറിയുവാനും ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിക്കാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്നും ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി രണ്ട് വലിയ വെളിച്ചങ്ങൾ ദൈവം ഉണ്ടാക്കി. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പിക്കാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിക്കുവാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലതെന്ന് ദൈവം കണ്ടു. മൂന്നാമത്തെ ദിവസമാണ് ദൈവം ആകാശവിധാനത്തിൽ എന്ന് പറയുമ്പോൾ വിധാനം, വെള്ളങ്ങളെ വേർതിരിച്ച് ദൈവം വിധാനമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വിധാനമുണ്ടായി. ആകാശത്തിലെ വിധാനം അത് മനുഷ്യനെ ശ്വസിക്കുവാനും ചലിക്കുവാനും മനുഷ്യനു ജീവജാലങ്ങൾക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ആകാശം വേറെ, വിധാനം വേറെ. ആകാശവും വിധാനവും എന്ന് പറഞ്ഞാൽ ദേഹി പോലെയാണ്, രണ്ടും ഒന്നുപോലെയാണ്. കാലം, ദിവസം, സംവത്സരം. കാലം എന്ന് പറഞ്ഞാൽ 2 കാലം, 2 വർഷം. ദിവസം എന്ന് പറഞ്ഞാൽ 6 മാസം. സംവത്സരം 1 വർഷം, 3.5 വർഷക്കാലം. ഇവിടെ കാലം അറിയുവാനും ദിവസം അറിയുവാനും സംവത്സരം അറിയുവാനും ഭൂമിയെ പ്രകാശിപ്പിക്കുവാനും ആകാശവിധാനത്തിൽ ദൈവം വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. 3-ാം ദിവസം ദൈവം കൽപ്പിച്ച വചനം അത് സംഭവിച്ചു. എന്നിട്ട് പറയാണ്, പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചം. ഈ ആകാശത്തിൻ്റെ ഉള്ളിൽ, ഭൂമിയുടെ മുകളിൽ മനുഷ്യന് ജീവനുണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, മനുഷ്യന് നടക്കുന്നതിന് വേണ്ടിയിട്ട് വലിപ്പമേറിയ നക്ഷത്രത്തെയും വലിപ്പമേറിയ വെളിച്ചത്തെയും വലിപ്പം കുറഞ്ഞ വെളിച്ചത്തെയും ദൈവം സൃഷ്ടിച്ചു. രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചം, പകൽ വാഴേണ്ടതിന് വലിപ്പം കൂടിയ വെളിച്ചം. വലിപ്പം കുറഞ്ഞ വെളിച്ചം ചന്ദ്രനാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. എന്നാൽ വേദപുസ്തകം തന്നെ പഠിപ്പിക്കുന്നു, യോബിൻ്റെ പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ ചന്ദ്രന് പോലും ശോഭയില്ലല്ലോ എന്ന്, പ്രകാശമില്ലല്ലോ എന്ന്, വെളിച്ചമില്ലല്ലോ എന്ന്. ഇത് രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യം എന്താണ്? ഇത് രണ്ടും തമ്മിൽ കൂട്ടിയോജിക്കുമ്പോൾ രാത്രി വാഴേണ്ടതിന് വേറെ വെളിച്ചങ്ങളെയും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടാകാം. അത് കണ്ടുപിടിക്കേണ്ടത് മനുഷ്യൻ്റെ ആവശ്യമാണ്. നക്ഷത്രങ്ങളെയും ദൈവം ഉണ്ടാക്കി. ഹല്ലേലൂയ. ഭൂമിയെ പ്രകാശിപ്പിക്കുവാനും പകലും രാത്രി വാഴുവാനും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിക്കുവാനായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. ആകാശവിധാനത്തിൽ നിർത്തിയ സമയത്ത് അതിന് ചലനമുണ്ടായത്, ചലിക്കുവാൻ തുടങ്ങി. ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ചലിക്കുവാൻ തുടങ്ങി. ഈ അടുത്ത കാലത്തോ മനുഷ്യൻ കണ്ടുപിടിച്ചതിന് ശേഷമല്ല, മറിച്ച് ദൈവം ആകാശത്തെ വിരിക്കുകയും ഭൂമിയെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച് ആകാശവിധാനത്തിൽ നിർത്തിയ സമയത്ത് തന്നെ അതിന് ചലനമുണ്ടായി എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക. എത്ര മനോഹരമായാണ് ദൈവം സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയത്. ഇത് മനുഷ്യന് വേണ്ടി, ഇരുട്ടും പകലും തമ്മിൽ വേർതിരിക്കുന്നതിന് വേണ്ടി. സൂര്യൻ പ്രകാശിച്ചാൽ ഭൂമിയിൽ വെളിച്ചമുണ്ടാകും. ഇതിൻ്റെ അകലങ്ങളും ദൈവം തന്നെ അത്ര കൃത്യമായി ആകാശവിധാനത്തിൽ നിർത്തി.
അല്ലെങ്കിൽ അത് തമ്മിൽ എപ്പോഴും കൂട്ടിയിടിച്ച് പൊട്ടിത്തെറി ഉണ്ടാക്കുമായിരുന്നു. ആകാശത്തിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും നക്ഷത്രങ്ങളും യഥായിഷ്ടം സഞ്ചരിച്ചിട്ട് അവ എപ്പോഴും കൂട്ടിമുട്ടുന്നില്ല. എന്നാൽ മനുഷ്യനാണ് സൃഷ്ടിച്ചു തരുന്നതെങ്കിൽ, സാത്താനാണ് സൃഷ്ടിച്ചിരുന്നതെങ്കിൽ അതെല്ലാം കൂട്ടിമുട്ടി തകർന്ന് വെറും പൊടിയായിത്തീരുമായിരുന്നു. ദൈവം അത് കൽപ്പിച്ച്, ദൈവം അത് സൃഷ്ടിച്ചുണ്ടാക്കി യഥാസ്ഥാനത്താക്കി. മൂന്നാം ദിവസത്തിൻ്റെ പ്രത്യേകത, മൂന്നിൻ്റെ പ്രത്യേകത എന്താണ്? അത് കാലങ്ങളും അടയാളങ്ങളും സംവത്സരങ്ങളും അറിയുവാൻ വേണ്ടിയിട്ട് ദൈവം നിർത്തിയതാണ്. അത് ആകാശവിധാനത്തിൽ നിർത്തിയതാണ്. അവ അടയാളമായിത്തീരട്ടെന്ന് ദൈവം കൽപ്പിച്ചതാണ്. ഈ മൂന്നാം ദിവസം ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങളായി തീരട്ടെ എന്ന് ദൈവം പറഞ്ഞ നിമിഷത്തിൽ തന്നെ അത് വെളിച്ചമായി തീർന്നെങ്കിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് നമുക്കും കൽപ്പിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ വെളിച്ചങ്ങളും കടന്നു വരണം. നമ്മുടെ ഉള്ളിൽ ഇരുട്ട് വന്നാൽ ആ ഇരുട്ട് മാറണമെങ്കിൽ വെളിച്ചമാകുന്ന യേശുക്രിസ്തു കയറി വരണം. യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ മാത്രമാണ് നമ്മളിലും പ്രകാശമുണ്ടാകത്തുള്ളൂ. യേശുക്രിസ്തു വെളിച്ചമായതുകൊണ്ട്, വെളിച്ചം വചനമായതുകൊണ്ട്, വചനം നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ അതിരത്തിലൂടെ കടന്നു വരുന്ന വാക്കുകൾ വചനമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്.